വെൽക്കം ഫോർ എവറിബഡി. നമ്മൾ 183 വരെയുള്ളതാണ് കണ്ടത് സി ആർ പി സി. ഇനി നമ്മൾ 184 തുടങ്ങിയുള്ള സെക്ഷൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്ലേസ് ഓഫ് ട്രയൽ ഫോർ ഒഫൻസസ് ട്രയബിൾ ടുഗദർ. അതായത് ചില ഒഫൻസുകളെ നമുക്ക് ഒരുമിച്ച് ട്രയൽ നടത്തേണ്ടതായിട്ട് വരും. എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു വ്യക്തി ഒരുപാട് ഒഫൻസുകൾ ചെയ്യാം, അതല്ലെങ്കിൽ കുറേ ആളുകൾ കൂടിയിട്ട് ഒരു ഒഫൻസ് ചെയ്യാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഇപ്പോൾ ഇല്ലീഗലായിട്ടുള്ളൊരു എൻട്രി ഉണ്ടായി, ദെൻ അത് കഴിഞ്ഞ് മോഷണം നടത്തി, അത് കഴിഞ്ഞ് അവിടെ അയാൾ റേപ്പ് നടത്തി, അത് കഴിഞ്ഞ് അയാൾ അവിടെ മർഡറും നടത്തി. അപ്പോൾ ഒറ്റ വ്യക്തി തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് അത് ഒരുമിച്ചാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ട്രയൽ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ 219, 220, 221 സെക്ഷൻസിലൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ കോടതിക്ക് ഏതാണോ കോമ്പിറ്റൻറ്റ് കോർട്ട്, ഇപ്പോൾ മോഷണം നടത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മജിസ്ട്രേറ്റ് കോടതി നിൽക്കും. പക്ഷേ റേപ്പും മർഡർ ആകുമ്പോൾ സെഷൻസ് കോടതിയിലോട്ട് പോകണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യണം, ഒരുമിച്ച് പോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 220, 19, 20, 21 സെക്ഷനുകളിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ നോക്കണം. ദെൻ അപ്പോൾ ഏത് കോടതിക്കാണ് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നതെങ്കിൽ ഇത് ഒരുമിച്ച് ഈ പറയുന്ന കോടതിക്ക് അത് കൊടുക്കാം എന്നാണ് പറയുന്നത്. ദെൻ ദ ഒഫൻസ് ഓർ ഒഫൻസസ് കമ്മിറ്റഡ് ബൈ സെവറൽ പേഴ്സൺസ്, അങ്ങനെയും വരാം. ഇപ്പോൾ 4 or 5 പേര് കൂടിയിട്ട് പല രീതിയിലുള്ള ഒഫൻസുകളും ചെയ്യാം. ചിലപ്പോൾ ഒരാൾ എന്താ പറയുക, അതിനൊക്കെയുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മദ്യം കടത്തിക്കൊണ്ടുപോകണമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു, ഒരാൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതിപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടുള്ള കൺവിൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ആവാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ നല്ലൊരു ഉദാഹരണം, ഒരു പോസ്റ്റ് മാസ്റ്റർ മർഡർ കേസ് എന്നൊരു ഇതുണ്ട്. ആ പോസ്റ്റ് മാസ്റ്റർ മർഡർ കേസിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, പഴയ കാലത്ത് പോസ്റ്റ് ഓഫീസിൽ കുറച്ച് പൈസയൊക്കെ ഈ കാലത്ത് എണ്ണി പോസ്റ്റ്മാൻ്റെ ഒക്കെ കയ്യിൽ കൊടുക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഈ മണി ഓർഡറൊക്കെ ഉണ്ടാവും. അന്നൊക്കെ കാലത്തൊക്കെ മണി ഓർഡറിനാണ് പ്രാധാന്യം. എന്നൊക്കെ എല്ലാം ത്രൂ ബാങ്ക് നമ്മളെല്ലാം മൊബൈൽ വഴിയപ്പോൾ ചെയ്യുന്നു. അന്ന് അങ്ങനെ വരിക. അപ്പോൾ ഈ മണി ഓർഡറൊക്കെ ആകുമ്പോൾ കാലത്ത് ദൈവത്തിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും. ഇതൊക്കെ ഇവർക്ക് ഭാഗിച്ചു കൊടുക്കുന്നതിനായിട്ട് മുന്നേ. പിന്നെ അവിടുത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ കഴിഞ്ഞുള്ള കാശുമൊക്കെ കാണുമല്ലോ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ കയ്യിൽ വരും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 പേര് കൂടിയിട്ട്, 3-4-5 പേര് കൂടിയിട്ട് അവിടേക്ക് ഇത് ആക്രമിച്ച് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ നിന്നു. ഇവരാദ്യമേ പ്രീ പ്ലാൻഡ് ആണ്. ഒരാൾ ഗേറ്റിൻ്റെ അവിടെ നിന്നു, ഒരാൾ ഡോറിൻ്റെ അവിടെ നിന്നു, ഒരാൾ കൗണ്ടറിൻ്റെ അവിടെ നിന്നു, ഒരാൾ ഉള്ളിൽ കയറി, മറ്റാൾ 2 പേര് ഉള്ളിൽ കയറി, ഒരാൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി, മറ്റാൾ കാശ് പിടിച്ചു വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ കൊടുത്തില്ല. കൊടുക്കാണ്ടായപ്പോൾ എന്ത് ചെയ്തു, വെടിവെച്ചു. ഒരാൾ വെടിവെച്ചു, അയാൾ അവിടെ മരിച്ചു, പൈസ എടുത്തു. സ്വാഭാവികമായിട്ടും നോക്കൂ, ഇതിൽ ഒരാൾ മാത്രമേ വെടിവെച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ കൊലപാതകം എന്ന് പറഞ്ഞ് നടത്തിയത് ഒരാൾ മാത്രമാണ്. പക്ഷേ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്നാളും, അതുപോലെ തന്നെ ഡോറിൻ്റെ അവിടെ നിന്നാളും, കൗണ്ടറിൻ്റെ അവിടെ നിന്നാളും, അതിൻ്റെ ഒപ്പം ഈ വെടിവെച്ച ആളുകളപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിച്ച ആളുകളൊക്കെ ചെയ്തത് ഒരേപോലെയുള്ള കുറ്റകൃത്യം തന്നെയായിട്ടാണ് കണക്കാക്കുക. കാരണം ഇവരിത് ജോയിൻ്റ് ആൻഡ് സെവർലി ലയബിളായിട്ടാണ് പറയുക. സെക്ഷൻ 34 എന്നൊരു സാധനമുണ്ട് ഏതിൽ, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ്. അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. സെക്ഷൻ 34 പറയുന്നത് ഇതാണ്, ജോയിൻ്റ് ആൻഡ് സെവറലായിട്ടുള്ള ലയബിലിറ്റിയെ പറ്റി പറയുന്നതാണ്. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് നേരത്തെ തന്നെ ഒരു എഗ്രിമെൻറ്റിലെത്തിയിട്ട്, അതായത് എല്ലാവരും മെൻ്റലി അവരവർ പരസ്പരം അത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിയിട്ട് അതിൽ ഒരാളത് നടപ്പിലാക്കിയാലും അത് എല്ലാവരും കൂടി ചെയ്തതുപോലെയാണ് കണക്കാക്കുക എന്നർത്ഥം. എല്ലാവരും കൂടി ചെയ്തതുപോലെയായിട്ടാണ് അതിനെ കാണുക. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ആ 34ൻ്റെ പർപ്പസ്. അപ്പോൾ പല ആളുകളും കൂടിയിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിലും the offenses may be incurred into or tried by any court competent to incur into or try any of the offenses. അതാണ് അതിലത്തെ. അപ്പോൾ എപ്പോഴും മേജറായിട്ടുള്ള ഒഫൻസ് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മർഡർ ഉണ്ട്, റേപ്പ് ഉണ്ട്, മോഷണമുണ്ട്, ഇല്ലീഗൽ എൻട്രി ഉണ്ട്. അപ്പോൾ ഈ ഇല്ലീഗൽ എൻട്രി എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിൽ നിൽക്കും. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് മാത്രം മോഷണവും ഇല്ലീഗൽ എൻട്രി ഇവിടെയും ബാക്കിയുള്ള എൻട്രി അപ്പുറത്തും, അത് പറ്റില്ല. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആ കേസ് നല്ല രീതിയിൽ. അപ്പോൾ ഒരു ഒറ്റ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ കോടതിയിൽ നമ്മൾ അത് ട്രയൽ നടത്താം എന്ന് പറഞ്ഞു. ഇനി
185 പവർ ടു ഓർഡർ കേസസ് ടു ബി ട്രൈഡ് ഇൻ ഡിഫറെൻറ്റ് സെഷൻസ് ഡിവിഷൻസ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അങ്ങനെ ഒരു പവർ ഉപയോഗിക്കാം. സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലൊക്കെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു സ്ഥലത്ത് നടക്കുന്ന കേസുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേറൊരു കോടതിയിലോട്ട് മാറ്റാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നതാണ് 185. Then 186, High Court to decide in case of doubt district when where inquiry or trial shall take place. അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, എവിടെയാണ് ഈ ട്രയൽ നടക്കേണ്ടത്, എവിടെയാണ് ഇതിന് ഇൻക്വയറി നടക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അതിൽ ഫൈനൽ അതോറിറ്റി എന്താണ്? ഹൈക്കോടതിയാണ് ഫൈനൽ അതോറിറ്റി. ഹൈക്കോടതിക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നതാണ് 186. 187 പറയുന്നത് ഇങ്ങനെ എന്താ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ്റെ അപ്പുറമുള്ള ആളുകളെയും കോടതികൾക്ക് മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ വിളിച്ചു വരുത്താം എന്ന് പറയുന്നത്. ലോക്കൽ ജൂറിസ്ഡിക്ഷൻ്റെ അപ്പുറത്തുള്ള ആളുകളെയും വേണമെങ്കിൽ വിളിച്ചു വരുത്താം എന്ന് പറയുന്നതാണ് 187. 188, ഒഫൻസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്താണ് ഒരു ഒഫൻസ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. വെൻ എൻ ഒഫൻസ് ഈസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്താണ് ഒരു ഒഫൻസ് നടക്കുന്നത്, ബൈ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ വെദർ ഓൺ ദി ഹൈ സീസ് ഓർ എൽസ്വെയർ. രണ്ട് രീതിയിലാണ്. ഒന്ന് എന്താണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ തന്നെ പുറത്തു പോയിട്ട് ചെയ്യുക. ഇന്ത്യൻ സിറ്റിസൺ പുറത്തു പോയിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വേണമെങ്കിൽ ഹൈ സീസിലാവാം. ഹൈ സീ എന്ന് പറഞ്ഞാൽ കടൽ, അതായത് നമുക്ക് ഇത്ര നോട്ടിക്കൽ മൈൽ ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിലാണ്, അങ്ങനെയാണ് കണക്ക്. ആ നോട്ടിക്കൽ മൈൽ വിട്ടിട്ട് പുറത്താവുക ഒന്ന്. ദെൻ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്താവുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അതെങ്ങനെ അതാണ് പറയണത്, അതാണ് ഒരു ഇത്. ദെൻ ബൈ എ പേഴ്സൺ നോട്ട് ബീയിങ് സച്ച് എ സിറ്റിസൺ, അയാൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഓൺ എനി ഷിപ്പ് ഓർ എയർക്രാഫ്റ്റ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റിൽ അല്ലെങ്കിൽ ഷിപ്പ്, ഇപ്പോൾ കപ്പൽ കിടക്കുന്നത് അമേരിക്കയുടെ തീരത്തായിരിക്കാം, പക്ഷെ അത് ഫ്ലാഗ് ഇന്ത്യൻ ഫ്ലാഗ് ആയിരിക്കും അതിനുണ്ടാവുക. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലാണ്. ഈ ആ കപ്പലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നടന്നാൽ അത് എവിടെ നടന്നതുപോലെ കണക്കാക്കും? ഇന്ത്യയിൽ നടന്നതുപോലെ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഇവിടെ കൊല്ലം ആ ഭാഗത്തല്ലേ 2 ഇറ്റാലിയൻ മറൈൻസ് ഒരു കേസിൽ നമ്മുടെ ആളുകളെ വെടിവെച്ച് കൊന്നു എന്നുണ്ട്, മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്നു എന്നൊരു കേസ് ഉണ്ടല്ലോ. അപ്പോൾ അവസാനം ഇൻ്റർനാഷണൽ ജസ്റ്റിസ് കോർട്ട് എന്ത് ചെയ്തു? അതായത് അവർക്ക് ലയബിലിറ്റി ഉണ്ട് എന്ന് കണ്ടു, എന്നിട്ട് അവരോട് മര്യാദ, അതായത് റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യണമെന്ന്. അപ്പം സുപ്രീം കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ടിന് ആയിട്ട് കൊടുത്തപ്പോൾ സുപ്രീം കോടതി ഞങ്ങൾ ക്ലോസ് ചെയ്യാം, പക്ഷേ ഒറ്റ കാര്യമുണ്ട്, അവർ റീസണബിളി ആൻഡ് അഡീക്വേറ്റ്ലി എന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വിധി വരെയുണ്ടായി സുപ്രീം കോടതി. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയ്യാൻ സമ്മതിക്കാം. അഡീക്വേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിലെന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഷിപ്പിലായിരുന്നു, നമ്മുടെ ആളുകളുടെ ബോട്ടിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഇഫക്റ്റ് എവിടെ സംഭവിച്ചു? ഇവിടെ സംഭവിച്ചു. അപ്പോൾ അത് തർക്ക വിഷയം എന്ന് പറയുന്നത് അത് മറ്റേ നമ്മുടെ ഇത്ര നോട്ടിക്കൽ മൈലിൻ്റെ ഉള്ളിലാണ് ഇന്ത്യയുടെ ഇത് വരുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്ര എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റരുത്. അപ്പോൾ അതിനുള്ളിലാണെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ടെറിട്ടറി ആയിട്ട് കണക്കാക്കുള്ളൂ, അല്ലെങ്കിൽ അത് പുറത്തായിട്ടാണ് കണക്കാക്കുക. എനിവേ അങ്ങനെ ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത ആളുകൾ ഇന്ത്യയുടെ ഈ പറഞ്ഞ ടെറിട്ടറിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിലോ ഷിപ്പിലോ ഒക്കെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ he may be dealt with in respect of such offense as if it had been committed at any place within India at which he may be found. അയാളെ ഇന്ത്യയിൽ എവിടെ വെച്ചിട്ട് കാണുന്നുവോ, അങ്ങനെയാണ്, അതായത് എവിടെ വെച്ച് കാണുന്നുവോ അയാളത് അവിടെ വെച്ച് ചെയ്തതുപോലെ കണക്കാക്കണം എന്നാണ്. നമ്മൾ ഇന്ത്യയിൽ, അതായത് ഇന്ത്യൻ സിറ്റിസൺ പുറത്ത് പോയിട്ട് ചെയ്ത് വന്നിട്ട് ഇയാളിപ്പോൾ ഇന്ത്യയിലോട്ട് വരികയാണ്, എവിടെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് നടപടികൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കോടതിക്കാണ് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയാം. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഏത് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരും അവിടെയാണ് അത് എടുക്കുക എന്നർത്ഥം. ഇനി ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനെ ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യൻ സിറ്റിസൺസോ അതല്ലെങ്കിൽ എന്താ പറയുക ഇൻസൈഡ് ഇന്ത്യ ഫോറിൻ സിറ്റിസൺസോ അങ്ങനെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യത്തിലും പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ്, നോട്ട് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ബട്ട് ദ സെൻട്രൽ ഗവൺമെൻറ് ഈസ് നെസസറി എന്നുള്ളതും കൂടി മനസ്സിലുണ്ട്. അതായത് പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് മസ്റ്റാണ്, അത് എടുത്തേ പറ്റൂ, അതില്ലെങ്കിൽ ഇത് നിൽക്കില്ല എന്നും കൂടി മനസ്സിലാക്കും. ദെൻ 189 പറയുന്നത് റെസിപ്റ്റ് ഓഫ് എവിഡൻസ് റിലേറ്റിംഗ് ടു ഒഫൻസസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെ ഔട്ട്സൈഡ് ഇന്ത്യ
ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, ലെറ്ററോഗേറ്ററി പോലുള്ള പ്രൊസീജിയേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ എംബസിയിലോ ഇന്ത്യയുടെ മറ്റേ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താ പറയുക റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങൾ, അവരുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ കോടതികളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് എന്ത് നമ്മുടെ കോടതികൾക്ക് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കാം എന്ന് പറയുന്നതാണ് 189. അത് ഒന്ന് മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, ഇനി കണ്ടീഷൻസ് റിക്വസൈറ്റ് ഫോർ ഇനീഷിയേഷൻ ഓഫ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് 14ാമത്തെ ചാപ്റ്ററിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടല്ലോ, അതായത് എവിടെയാണ് ട്രയൽ നടക്കുക എന്നുള്ളതാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. ഏത് കോടതിയിലാണ് ഇതിൻ്റെ ട്രയൽ നടത്തുന്നത്, അതിന് ജനറലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. സ്വാഭാവികമായിട്ട് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണം, അതിന് വേണ്ടിയാണ് ആ ചാപ്റ്റർ പറഞ്ഞത്. ഇനി ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീഡിങ്സ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. 190 തുടങ്ങിയുള്ള സെക്ഷൻസ് അതാണ്. 14 നോക്കൂ, കൊഗ്നൈസൻസ് ഓഫ് ഒഫൻസസ് ബൈ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റുമാർ എങ്ങനെയാണ് കേസുകളിൽ കൊഗ്നൈസൻസ് എടുക്കേണ്ടത് എന്നുള്ളത്. അതായത് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിൻ്റെ അനുസരിച്ച് എനി മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്, അതായത് ഏത് എന്താ പറയുക ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ എനി മജിസ്ട്രേറ്റ് ഓഫ് ദ സെക്കൻഡ് ക്ലാസ് സ്പെഷ്യലി എംപവേർഡ് ഇൻ ദിസ് ബിഹാഫ് അണ്ടർ സബ്സെക്ഷൻ 2. സബ്സെക്ഷൻ 2 അനുസരിച്ചിട്ട് സ്പെഷ്യലി എന്ത് ചെയ്തിരിക്കണം, എംപവർ ചെയ്തിരിക്കണം സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ ആണെങ്കിൽ അത് വേണ്ട. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെ കേരളത്തിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരേ ഉള്ളൂ, അത് മനസ്സിലാക്കിക്കൊള്ളുക. ഒന്ന്, പിന്നെയുള്ളത് ഗ്രാമന്യായാലയ കോടതികളാണ്. അത് സത്യം പറഞ്ഞ ഒരു സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പവറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും അവിടെ ബാധകമല്ല. അതിന് വേറെ ആക്റ്റാണ് ബാധകമായിട്ടുള്ളത്. അവിടെ വേറെ കാര്യങ്ങളാണ് വരുന്നത്. വേറെ, അതായത് ഗ്രാമന്യായാലയ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്, അത് തന്നെയാണ് അവിടെ പ്രായോഗികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ അതാണ് അവിടെ ബാധകമായിട്ടുള്ളത്. അങ്ങനെ മേ ടേക്ക് കൊഗ്നൈസൻസ് ഓഫ് എനി ഒഫൻസ്. അപ്പം അങ്ങനെ ഇതിൻ്റെ കൊഗ്നൈസൻസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ, upon receiving a complaint of facts which constitute such offense. ഒരു പറ്റം ഫാക്റ്റുകൾ നമ്മൾ കോടതിയുടെ മുന്നിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഫാക്റ്റുകൾ എന്താണ്, ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഒഫൻസ്, ആൻ ഒഫൻസ്. അത് യഥാർത്ഥത്തിൽ ഒരു ഒഫൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ 191A, 191-ൽ ഒന്നാമത്തെ സബ്സെക്ഷൻ നമ്മൾ വേണം, അതിൽ എ, നമ്മൾ എല്ലാ കംപ്ലൈൻറ്റുകളും നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് ഫയൽഡ് അണ്ടർ സെക്ഷൻ 191A ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് ഹെഡിങ് അടിച്ചിട്ടാണ് കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഫയൽ ചെയ്യുന്നത്. എല്ലാ കംപ്ലൈൻറ്റുകളും മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്. അതായത് ഈവൻ നിങ്ങൾ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ NDPS കേസിലും ഇതിലാണ് നിങ്ങൾ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. ഈ 191A ഉള്ളൂ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് അപ്പോൺ എ പോലീസ് റിപ്പോർട്ട് ഓഫ് സച്ച് ഫാക്ട്സ്. രണ്ടാമത്തെ പോലീസ് റിപ്പോർട്ടിൻ്റെ പുറത്ത്. അപ്പോൾ നോക്കണം, ആദ്യം പറഞ്ഞത് ഒരു സെറ്റ് ഓഫ് ഫാക്ട്സ് ഉണ്ട്. ആ സെറ്റ് ഓഫ് ഫാക്ട്സ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഒരു ഒഫൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഒഫൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എഴുതി നമ്മൾ കൊടുക്കുക. അപ്പോൺ റിസീവിങ് എ കംപ്ലൈൻറ്റ് ഓഫ് ഫാക്ട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് ഒഫൻസ്. രണ്ടാമത്തെ അപ്പോൺ എ പോലീസ് റിപ്പോർട്ട് ഓഫ് സച്ച് ഫാക്ട്സ്. നമ്മൾ കൊടുക്കുന്ന പോലീസ് റിപ്പോർട്ടുകൾ. ഏതാ പോലീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 173(2) കൊടുക്കുന്ന ചാർജ് എന്നാണ് ഇവിടെ അർത്ഥം. പോലീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫൈനൽ ചാർജ് എന്നോ പോലീസ് റിപ്പോർട്ട് എന്നോ അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിലുള്ള വാക്കുകളും ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഉദ്ദേശിക്കുന്നത് 173(2) റിപ്പോർട്ടാണ്. അന്വേഷണം കഴിഞ്ഞിട്ട് നമ്മുടെ കൺക്ലൂഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് സി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം എനി പേഴ്സൺ അതർ ദാൻ എ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസറിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുക മജിസ്ട്രേറ്റിന്. ഓർ അപ്പോൺ ഹിസ് ഓൺ നോളജ് ദാറ്റ് സച്ച് ഒഫൻസ് ഹാസ് ബീൻ കമ്മിറ്റഡ്. അതല്ലെങ്കിൽ തൻ്റെ സ്വന്തം നോളജ് വഴിയും ആകാം. സ്വന്തം നോളജ് വഴി എന്ന് പറഞ്ഞാൽ താൻ നേരിട്ട് കാണുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആവാമല്ലോ, സ്വന്തമായിട്ട് നോളജ് ഉണ്ടാവുക. തനിക്ക് തൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ഒഫൻസ് നടക്കുക, അങ്ങനെയാവാം. അപ്പോൾ 3 രീതിയിൽ കേസുകൾ തുടങ്ങാം. ഈ 3 രീതി. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കേസുകളും തുടങ്ങുന്ന മജിസ്ട്രേറ്റിന്, എവരി വൺ എല്ലാം തുടങ്ങുന്ന മജിസ്ട്രേറ്റിന്.
അതാണ് നോക്കുക. അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ തുടങ്ങണമെന്നുള്ള ആ പ്രാധാന്യമാണ് 190 എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒന്ന് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടാവാം, രണ്ടാമത്തെ പോലീസ് റിപ്പോർട്ടിൻ്റെ പുറത്താകാം, മൂന്നാമത്തെ മജിസ്ട്രേറ്റ് സ്വമേധയാ എടുക്കുന്ന കേസുകളാവാം എന്നാണ് ആ സി എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ഇങ്ങനെ 3 രീതിയിലാണ് ഇത് ഈ കേസുകൾ ഉണ്ടാകുക. രണ്ടാമത്തെ സബ് സെക്ഷൻ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെയാണെന്നുള്ളത് സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ എംപവർ ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് അത്ര വലിയ പ്രാധാന്യമുള്ളത് 191 തന്നെയാണ് നമ്മളെ സംബന്ധിച്ചും പ്രാധാന്യം. അത് നല്ലപോലെ മനസ്സിലുണ്ടാവണം. ഇങ്ങനെ പോലീസ് റിപ്പോർട്ടിൻ്റെ ഒക്കെ പുറത്ത് വരുന്നത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ വന്ന് ഒരുപാട് പ്രോസസ്സുകളുണ്ട് ഇതിലൊക്കെ. കാരണം മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ അതൊക്കെ ഇൻക്വയറി നടത്താം, നിൽക്കുമോ ഇല്ലയോ, ശരിയായിട്ടുള്ള രീതിയാണോ, എല്ലാ കാര്യങ്ങളും ഉണ്ടോ അതിൽ എന്നൊക്കെ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ ഈ സാധനം റിട്ടേൺ ചെയ്യാം മജിസ്ട്രേറ്റ് ചാർജ് കൊടുക്കുന്നത്. Look, the magistrate can ignore the conclusion arrived at by the investigating officer. കേസിലത്തെ വാചകങ്ങളാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ത് കൺക്ലൂഷനിലാണോ എത്തിയത് അതിനെ വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് ഇഗ്നോർ ചെയ്യാം. ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി അപ്ലൈ ഹിസ് മൈൻഡ് ടു ദ ഫാക്ട്സ് എമർജിങ് ഫ്രം ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ടേക്ക് കോഗ്നൈസൻസ് ഓഫ് ദ കേസ്. എന്നിട്ട് കേസിൽ കോഗ്നൈസൻസ് എടുക്കും. ഇഫ് ഹീ തിങ്സ് ദ ഫിറ്റ് ആൻഡ് എക്സസൈസ് ഈസ് പവർ അണ്ടർ സെക്ഷൻ 191B, the magistrate is not bound in such a situation to follow the procedure laid down in section 202 of the code for taking cognizance of a case under section 191A, though it is open to him to act under section 200. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് ആ പറഞ്ഞു പോയപ്പോൾ തന്നെ. നിങ്ങൾ ആ ഇതൊക്കെ പഠിക്കാൻ പോകണേ ഉള്ളൂ, 200 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇത്ര മനസ്സിലാക്കുക. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് അത് അതേപടി വിഴുങ്ങണമെന്നൊന്നുമില്ല. അതാണ് നമ്മൾക്ക് ആദ്യം ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ. കാരണം അതിൽ ഇൻക്വയറി നടത്തിയിട്ട് മജിസ്ട്രേറ്റ് തോന്നുകയാണ് ഇതിൽ വേണ്ടത്ര കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക, വേണ്ടത്ര തെളിവുകൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ കിട്ടാവുന്ന തെളിവുകൾ പോലും ശേഖരിച്ചിട്ടില്ല. പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ ലാക്യുന, ആ ഗ്യാപ്പ് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം, അത് ശരിയായിട്ടില്ല എന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട് മജിസ്ട്രേറ്റിന്. ദെൻ അതാണ് 190 എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ. ദെൻ 191 എടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ദ അക്യൂസ്ഡ്. വേണമെങ്കിൽ അക്യൂസ്ഡിന് എന്തെങ്കിലും വളരെ റീസണബിൾ ആയിട്ടുള്ള, അത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോടതിയിൽ അപ്ലൈ ചെയ്തിട്ട് മാറ്റി വാങ്ങിക്കാം. കോടതിയൊക്കെ മാറ്റി വാങ്ങിക്കാം. കാരണം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ബന്ധുക്കളായിട്ട് വരിക, ജഡ്ജിമാർ, അല്ലെങ്കിൽ ചില ജഡ്ജിമാർക്ക് ഇപ്പോൾ നേരത്തെ കൂട്ടി അറിയാവുന്ന ആളാവുക, നല്ല ദേഷ്യം ഉണ്ടാവുക, അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വഴിയോ ഒക്കെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഈ കേസ് ഈ മജിസ്ട്രേറ്റിൽ നിന്ന് മറ്റൊരു മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് മാറ്റാനായിട്ട് ആവശ്യപ്പെടാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത് നടക്കുക എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ശരിയല്ലാത്തൊരു കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റുമാരെ തന്നെ പിൻവാങ്ങും, റീക്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും തോന്നുന്നു. കാരണം ഹൈക്കോടതിയിലൊക്കെ ചില കേസുകൾ എടുക്കുമ്പോൾ പറയാറുണ്ട് സാധാരണ ജഡ്ജിമാർ പിന്മാറി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. ആ കേസ് കൈകാര്യം ചെയ്യുന്നതിന് ജഡ്ജിമാർ പിന്മാറി എന്ന് പറയും. ആ ജഡ്ജ് പിന്മാറാൻ പല റീസൺസും ഉണ്ടായിരിക്കും. ഒരു കമ്പനിയുടെ കേസാണെങ്കിൽ ഇപ്പോൾ ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ആ ജഡ്ജിൻ്റെ വീട്ടുകാർക്കോ ആർക്കെങ്കിലും അതിൽ ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ. അപ്പോൾ സ്വന്തമായിട്ട് ആ കമ്പനിയുടെ ഒരാളായിട്ട് നിൽക്കുന്ന ആൾ തന്നെ ആ കേസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഈ അക്യൂസ്ഡ് പേഴ്സണായിട്ട് പറഞ്ഞ ഈ ജഡ്ജിൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ധുവാകുക, അല്ലെങ്കിൽ നേരത്തെ വക്കീലായിരുന്ന സമയത്ത് ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള ആളായിരിക്കുക. അങ്ങനെ ആവാമല്ലോ. ജഡ്ജ് നേരത്തെ വക്കീലായിരുന്നു സ്വാഭാവികമായിട്ട്. ആ വക്കീലായിരുന്ന സമയത്ത് ആ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള ആളാണ് എന്ന് വിചാരിക്കുക. പിന്നീട് അയാൾ ജഡ്ജായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഇപ്പോൾ തന്നെ എന്താ പറയുക, അസിസ്റ്റൻറ്റ് സോളിസിറ്റർ ജനറൽ വന്നിട്ട് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ കേസിൽ അവർ ബെയിൽ അപ്ലിക്കേഷൻ എതിർത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ നമ്മൾ ന്യൂസൊക്കെ വായിച്ചാണ്. അപ്പോൾ ഈ സ്വപ്ന സുരേഷിൻ്റെ കേസ് ഇപ്പം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഇത് താഴെ കോടതി ശിക്ഷിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പീൽ വരികയാണ്. അപ്പോഴെങ്കിൽ ഇയാൾ അവിടെ ജഡ്ജായിട്ട് ഇരിക്കുകയെന്നിരിക്കുക ഹൈക്കോടതി, ഈ അസിസ്റ്റൻറ്റ് സോളിസിറ്റർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അയാളുടെ കോടതിയിൽ ഈ കേസ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ഒരു ഭാഗത്തിന് വേണ്ടി അപ്പീൽ ചെയ്തിട്ട് പിന്നെ അയാൾ തന്നെ ആ കേസ് കേൾക്കുക എന്ന് പറഞ്ഞ ഒരു ശരിയായിട്ടുള്ള ഒരു സാങ്കത്യമില്ലാത്ത ഒരു ഇതാണ്. അത് നാച്ചുറൽ ജസ്റ്റിസിന് എഗൻസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇവർ പിന്മാറുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ സാധാരണ ജഡ്ജിമാർ തന്നെ മാറിപ്പോവും.
മജിസ്ട്രേറ്റുമാർ തന്നെ മാറും. അത് മാറിയില്ലെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇനി 192 പറയണേ മേക്കിംഗ് ഓവർ ഓഫ് കേസസ് ടു മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റുമാർക്ക് കേസുകൾ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കാം. ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുക? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം? മജിസ്ട്രേറ്റുമാർക്ക്, താഴെയുള്ള മജിസ്ട്രേറ്റുമാർക്ക് കേസുകൾ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കും. മേക്ക് ഓവർ ചെയ്യാൻ പറഞ്ഞാൽ ആ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള പവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാണ് 192. 193 വന്നു കഴിഞ്ഞാൽ കൊഗ്നൈസൻസ് ഓഫ് ഒഫൻസസ് ബൈ കോർട്സ് ഓഫ് സെഷൻ. സെഷൻസ് കോടതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെഷൻസ് കോടതിക്ക് നമുക്ക് എക്സെപ്റ്റ് ആസ് അതർവൈസ് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് ബൈ ദിസ് കോഡ്, ഈ കോഡ് ഇത് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ഓർ ബൈ എനി അതർ ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയമത്തിൽ പറയണം. അങ്ങനെ പറയാത്തിടത്തോളം കാലം നോ കോർട്ട് ഓഫ് സെഷൻ ഷാൽ ടേക്ക് കോഗ്നൈസൻസ് ഓഫ് എനി ഒഫൻസ് ആസ് എ കോർട്ട് ഓഫ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അൺലെസ് ദ കേസ് ഹാസ് ബീൻ കമ്മിറ്റഡ് ടു ഇറ്റ് ബൈ എ മജിസ്ട്രേറ്റ് അണ്ടർ ദിസ് കോഡ്. കോടതിക്ക്, സെഷൻസ് കോടതിക്ക് ഒരു കേസ് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്നുള്ള നിലയിൽ ആ കോടതി നേരിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഇതൊന്നും സ്വീകരിക്കാൻ പാടില്ല, നേരിട്ട് കൊഗ്നൈസൻസ് എടുക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് എടുക്കേണ്ടത്? എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴേന്ന് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? കമ്മിറ്റ് ചെയ്ത് വിടണം. മജിസ്ട്രേറ്റ് താഴേന്ന് കമ്മിറ്റ് ചെയ്തിട്ട് ആ കോടതിക്ക് ട്രയൽ നടത്താവുന്നതാണ് മജിസ്ട്രേറ്റ് തീരുമാനിച്ചിട്ട് അങ്ങോട്ട് ചെന്നാൽ ഇത് മാത്രമേ എടുക്കാവുന്നത്. അതിനൊരു അപവാദമാണ് ഇത്. ഇപ്പോൾ NIA യുടെ കേസുകളൊക്കെ NIA സ്പെഷ്യൽ കോടതിയുണ്ട്. അപ്പോൾ ആ കോടതിയിൽ തന്നെ അത് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തന്നെയാണ് റിപ്പോർട്ട് വരുന്നത്, അവിടെ തന്നെയാണ് ട്രയൽ, അവിടെ തന്നെയാണ് ബെയിൽ അപ്ലിക്കേഷൻ, അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതാണ് ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്. വേറെ ലോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകുമെന്ന് പറഞ്ഞു, അത് സെഷൻസ് കോടതിയാണ്. അതുപോലെ തന്നെ SC ST പെട്ട ആളുകൾക്കെതിരെയുള്ള ഓഫൻസുകൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ തന്നെ അവിടെയാണ്. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല, ചാർജ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അല്ല ഫയൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഒഴികെ ബാക്കിയുള്ള എല്ലാറ്റിലും എവിടെയാണ് അത് നിൽക്കുക? മജിസ്ട്രേറ്റിൻ്റെ അടുത്താണ് നിൽക്കുക, മജിസ്ട്രേറ്റ് കോടതിയിലാണ് നിൽക്കുക എന്ന്. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം? മജിസ്ട്രേറ്റ് കോടതി കമ്മിറ്റ് ചെയ്യണം. അങ്ങനെ കമ്മിറ്റ് ചെയ്ത് വരുന്ന കേസുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജൂറിസ്ഡിക്ഷൻ ഉള്ളൂ ആ കോടതികൾക്ക് ട്രയൽ. നമ്മുടെ അബ്കാരി കേസൊക്കെ നമ്മൾ അങ്ങനെയാണ്, മജിസ്ട്രേറ്റ് കോടതിയിലെ ട്രയൽ മറ്റേ റിപ്പോർട്ട് ഫയൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യും? അത് കമ്മിറ്റ് ചെയ്യും, CP നമ്പർ അടിക്കും. CP നമ്പർ കമ്മിറ്റൽ പ്രൊസീഡിങ്സ് നടത്തിയിട്ട് ഇത് മുകളിലത്തെ കോടതിയിലേക്ക് വിടാനുള്ള അത്രയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അങ്ങനെ കമ്മിറ്റ് ചെയ്യും. അപ്പം 193 അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി 194 പറഞ്ഞ അഡീഷണൽ ആൻഡ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജസ് ടു ട്രൈ കേസസ് മെയ്ഡ് ഓവർ ടു ദം. അപ്പോൾ മിക്കവാറും എല്ലാ കേസുകളും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലോട്ടാണ് വരിക. ആ പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കേസുകളെ അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട് ആൻഡ് അഡീഷണൽ സെഷൻസ് കോർട്ടിലേക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെഷൻസ് കോർട്ടിലേക്കും. ഇപ്പോൾ നമ്മുടെ അബ്കാരി കേസുകളൊക്കെ 10 വർഷം വരെയാണ് ശിക്ഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് സെഷൻസ് കോടതിക്ക് എന്ത് ചെയ്യാം? അത് എടുക്കാം, നോക്കാം, അത് ട്രയൽ നടത്താം. അപ്പോൾ ഈ കേസുകളൊക്കെ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിലോട്ട് പോകും. അങ്ങനെ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് എന്ത് ചെയ്യുക? അത് കൈകാര്യം ചെയ്യുക. അപ്പോൾ അതിനുള്ള പവേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് 190. ഇനിയാണ് 195. പ്രോസിക്യൂഷൻ ഫോർ കണ്ടംപ്റ്റ് ഓഫ് ലോഫുൾ അതോറിറ്റി of public servants for offences against public justice and for offences relating to documents given in evidence എന്നാണ് അതിൻ്റെ ഹെഡിങ്. എന്നിട്ട് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ആരാണ് പബ്ലിക് സർവൻ്റ് എന്ന് മനസ്സിലാക്കുന്നത്. ആരാ പബ്ലിക് സർവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 21 പോയി കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് ആരാണ് പബ്ലിക് സർവൻ്റ്. എന്തായാലും നിങ്ങൾ പബ്ലിക് സർവൻ്റാണ്. അവിടെ ഒരു 10 ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. ദ വേർഡ്സ് പബ്ലിക് ഇങ്ങനെയാണ്: ദ വേർഡ്സ് പബ്ലിക് സെർവൻറ്റ് ഡിനോട്ട് എ പേഴ്സൺ ഫോളിങ് അണ്ടർ എനി ഓഫ് ദ ഡിസ്ക്രിപ്ഷൻസ് ഹിയറിൻ ആഫ്റ്റർ ഫോളോയിങ് നെയ്മിലി എന്ന് പറഞ്ഞിട്ട് പറയണം. എവരി കമ്മീഷൻഡ് ഓഫീസർ ഓഫ് ദ മിലിറ്ററി, നേവൽ ഓർ എയർഫോഴ്സ്. 2, എവരി ജഡ്ജ് ഇൻക്ലൂഡിങ് എനി പേഴ്സൺ. അതുപോലെ തന്നെ എംപവേർഡ് ബൈ ലോ ടു ഡിസ്ചാർജ് വെദർ by himself or as a member of any body of persons any adjudicatory functions. അതുപോലെ തന്നെ എവരി ഓഫീസർ ഓഫ് എ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതായത് ഇൻക്ലൂഡിങ് എ ലിക്വിഡേറ്റർ, റിസീവർ, കമ്മീഷണർ. കമ്മീഷണർ എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവൻ്റ് ആണ്. പലർക്കും അറിയില്ല കോടതി എന്ന് പറഞ്ഞാൽ കമ്മീഷണർ പബ്ലിക് സർവൻ്റ് ആണെന്ന് അറിയാതെ എന്ത് ചെയ്യും? അയാളെ മെക്കെട്ട് കയറാൻ പോകുക. ഇവിടെ ഒന്നും പറ്റില്ല.
ഇറങ്ങിപ്പോടുന്നൊക്കെ പറഞ്ഞിട്ട് കമ്മീഷണർമാരൊക്കെ ഇറക്കി വിട്ടുള്ളൂ. പിന്നെ പോലീസായിട്ട് വരും, കാര്യം നടത്തുന്നു മാത്രം. അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ കമ്മീഷണർക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക് സർവൻ്റാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ലിക്വിഡേറ്റർ പബ്ലിക് സർവൻ്റാണ്. റിസീവറെ വയ്ക്കും. ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ റിസീവർ ഭരണം എന്ന് പറഞ്ഞിട്ട്. ഏതോ ഒരു സിനിമയിൽ ജയറാം ഉണ്ടായിരുന്നല്ലോ റിസീവറെ. അപ്പോൾ അതൊക്കെ ഇനി അത് മാത്രമല്ല, നമ്മൾ വരുന്ന നോക്കൂ, എവറി ഓഫീസർ ഓഫ് ദി ഗവൺമെൻറ് ഹൂസ് ഡ്യൂട്ടി ഇറ്റ് ഈസ് ആസ് എ സച്ച് ഓഫീസർ ടു പ്രിവെൻറ്റ് ഒഫൻസസ്, കുറ്റകൃത്യങ്ങൾ തടയുക, ടു ഗിവ് ഇൻഫർമേഷൻ ഓഫ് ഒഫൻസസ്, ടു ബ്രിങ് ഒഫൻഡേഴ്സ് ടു ജസ്റ്റിസ്, ഓർ ടു പ്രൊട്ടക്ട് ദ പബ്ലിക് ഹെൽത്ത്, സേഫ്റ്റി ഓർ കൺവീനിയൻസ്. ഇതിൽ പെട്ട ആളുകളാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ എന്താണ് ഇനി അത് മാത്രമല്ല, നമ്മുടെ ജോലിക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, സ്വാഭാവികമായിട്ടും പൈസ കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക, പൈസ വാങ്ങിച്ചിട്ട്, അതായത് നമ്മുടെ ശമ്പളം പറ്റിയിട്ട് നമ്മൾ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും ഈ ഗ്രൂപ്പിൽ പെടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ വി ആർ എന്താ പറയുക പബ്ലിക് സർവൻ്റ്, അത് മനസ്സിലുണ്ടാവും. ഈ പബ്ലിക് സർവൻ്റ് എന്ന് പറയണ ഇതിന് ഓരോ സ്ഥലത്തും ഓരോ നിർവചനങ്ങളുണ്ട്. അതും കൂടി ഒന്ന് ഓർമ്മിച്ചോളൂ. അതായത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പർവ്യൂവിൽ 21 പറയുന്ന പബ്ലിക് സർവൻ്റ് അല്ല നമ്മുടെ എന്താ പറയുക ഈ കറപ്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ട് ഉണ്ടല്ലോ, അതിൽ പബ്ലിക് സർവൻറ്റിനെ ഡിഫൈൻ ചെയ്യും. അത് ഇത്രയും കൂടിയും വിപുലമാണ് പബ്ലിക് സർവൻറ്റ്. അതായത് അഴിമതി നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പം അതിൽ സ്വാഭാവികമായിട്ടും പബ്ലിക് സർവൻറ്റ് ഇത്രയും കൂടിയും വിപുലമായിട്ട് പബ്ലിക് സർവൻറ്റ് എന്ന് പറയുന്നത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ, അതായത് പബ്ലിക് സർവൻറ്റിനെതിരായിട്ട് ഉള്ള കണ്ടംപ്റ്റ്, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കാം. പബ്ലിക് സർവൻറ്റിനെതിരായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റുകൾ തെറ്റായിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി പ്രൊഡ്യൂസ് ചെയ്യുക. ഏതോ അങ്ങനെ ഒരു സിനിമയിൽ കണ്ടല്ലോ, ജഗതി 10 കൊല്ലത്തെ പഴക്കം വേണോ 20 കൊല്ലത്തെ പഴക്കം വേണോ, അപ്പോൾ അതുപോലെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള. സോ അതിങ്ങനെയാണ് തുടങ്ങുന്നത്. നോ കോർട്ട് ഷാൾ ടേക്ക് കോഗ്നൈസൻസ്, ഒരു കോടതിയും കോഗ്നൈസൻസ് എടുക്കാൻ പാടില്ല. എന്നിട്ട് ആ ഒഫൻസുകൾ പറയുകയാണ്, ഓഫ് എനി ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 172 to 188 ഇന്ത്യൻ പീനൽ കോഡിൽ 172 തുടങ്ങി 188 വരെയുള്ള ഒഫൻസുകൾ. അതിലെന്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വഴിയിൽ വെക്കുകയാണ്, നമ്മൾ മഹസ്ര എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് 2 സാക്ഷികളെ വേണം. സാക്ഷികളോട് വരാൻ പറഞ്ഞു, വരാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കും. അപ്പോൾ നോട്ടീസ് കൊടുത്തിട്ട് അവർ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നമുക്ക് കേസ് എടുക്കാൻ പറ്റും. കേസ് തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. അത് ഇതിലാണ് വരുന്നത്. 187, 188 ഈ പ്രൊവിഷൻസിലൊക്കെ അത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒഫൻസുകളിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് കംപ്ലയിൻറ്റേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻ റൈറ്റിംഗ് കംപ്ലയിൻറ്റ് വേണമെന്നാണ് അവസാനം പറയാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓഫ് എനി അബറ്റ്മെൻറ്റ് ഓഫ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സച്ച് ഒഫൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട അബറ്റ്മെൻറ്റ്, അബറ്റ് ചെയ്യുക എന്ന് പ്രീരിപ്പിക്കും. ദെൻ അറ്റംപ്റ്റ് ടു കമ്മിറ്റ്, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക, അത് ആ ഒഫൻസ് ചെയ്യാനുള്ളത്. ഓഫ് എനി ക്രിമിനൽ കോൺസ്പിറസി ടു കമ്മിറ്റ് സച്ച് ഒഫൻസ്, അങ്ങനെയുള്ള ഒഫൻസുകൾ. ദെൻ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് ഇവിടെ അങ്ങനെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയാലും മതി എന്ന് തോന്നുന്നു. 463, അതുപോലെ തന്നെ 471, 475, 476 തുടങ്ങിയുള്ള ഒഫൻസുകൾ. ഇതിലൊക്കെ എക്സെപ്റ്റ് ഓൺ ദ കംപ്ലയിൻറ്റ് ഇൻ റൈറ്റിംഗ്, എന്ത് വേണം, ഇൻ റൈറ്റിങ്ങിൽ കംപ്ലയിൻറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ പറയുന്ന ഒഫൻസുകൾ കോടതി സ്വീകരിക്കാവൂ. അതായത് അതിന് കോടതി കോഗ്നൈസൻസ് എടുക്കാവൂ എന്നാണ്. അതാണ് തുടക്കം തന്നെ അങ്ങനെ. നോ കോർട്ട് ഷാൾ ടേക്ക് കോഗ്നൈസൻസ് ആണ്. ഇൻ റൈറ്റിങ്ങിൽ കംപ്ലയിൻറ്റ് വരണം. ആർക്കെതിരെയാണ് ഇത് ചെയ്തത് അയാളുടെ വരണം. ഏത് ഓഫീസറാണ് അയാൾ വരണം. ഏത് കോടതിയാണ് അയാളുടെ, ആ കോടതിയുടെ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് എടുക്കാവൂ എന്ന് പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.